സാധാരണ ചൊവ്വാദോഷമുള്ളവരെ കല്യാണം കഴിഞ്ഞാലാണ് വിഷയം. എനിക്ക് ചൊവ്വ മാത്രമല്ല, തിങ്കളും ചൊവ്വയും വ്യാഴവും ഒക്കെ എനിക്ക് ദോഷമാണ്. എന്ത് ചെയ്താലും പാരയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. എങ്ങനെ പറന്ന് കിടന്ന ഞാനാണ് കല്യാണം കഴിച്ച് തീർന്നു പട്ടകാലം പിടിക്കാൻ വേണ്ടി. അല്ല പട്ടിയാറ്റാ പൂച്ചയാറ്റാ ജനിച്ചാൽ മതിയായിരുന്നു. ചിലവരും കൊടുക്കണ്ട, വായിരിക്കണേ കേൾക്കണ്ട. എന്ത് പിന്നെ നമ്മളെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവൂല. നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായ? എനിക്ക് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് മനസ്സിലായല്ലേ. നമ്മൾ തുറന്ന് സംസാരിക്കണം. എൻ്റെ തെറ്റുകൾ ചേട്ടൻ പറയുമ്പോൾ ഞാൻ അംഗീകരിക്കും, അതുപോലെ ചേട്ടൻ്റെ തെറ്റ് ഞാൻ പറയും. ചേട്ടൻ അംഗീകരിക്കുമോ? നല്ലൊരു കാര്യമാണ്. അംഗീകരിക്കാം, കാരണം കുടുംബജീവിതം കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അംഗീകരിക്കുമല്ലോ. എൻ്റെ തെറ്റുകൾ പറയട്ടെ. നമ്പർ 1, ഇവിടെ പാത്രം കഴുകണതാര്? പാത്രം കഴുകണത് ഞാൻ ആണല്ലോ. വൃത്തിയുണ്ടാ? വൃത്തിയാക്കാം, നാളെ തൊട്ട് വൃത്തിയാക്കാം. തുണി കഴുകണതാര്? തുണി കഴുകണത് ഞാൻ ആണല്ലോ. അതിൽ വൃത്തിയുണ്ടാ? അത് ഇപ്പൊ എന്റെ കുഴപ്പമില്ല, ഞാൻ വാഷിംഗ് മെഷീനായിട്ട് എടുത്ത് ഇറങ്ങല്ലേ ഉള്ളൂ. നീ അതിന്റെ അടുത്ത് പരാതി പറ. ഇവിടെ വീട് വൃത്തിയാക്കണതാര്? അത് ഞാൻ തന്നെ. ആണോ? വൃത്തിയുണ്ടാ? അല്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം ഞാൻ. രാവിലെ എണീറ്റ് എനിക്കൊരു ഗ്ലാസ് കട്ടൻ തരണതാര്? അത് ഞാൻ ആണല്ലോ. അതിൽ മധുരം ഇട്ടാണോ തരണത്? മധുരം ഇല്ലേ? എൻ്റെ കൂടെ ആണോ ചോദിക്കുന്നത്? ചേട്ടനല്ലേ അത് നോക്കേണ്ടത്? നാളെ തൊട്ട് മധുരം ഇട്ട് തരാം. ആണോ? മധുരം ഇട്ട് തരാം ഞാൻ. ഇതൊക്കെയാണ് എന്റെ കുഴപ്പം. ഇതൊക്കെയാണ് ചേട്ടന്റെ കുറ്റം. ഞാൻ ഇനി തൊട്ട് ക്ലിയർ ആക്കിക്കോളാം. ഇനി എൻ്റെ അടുത്ത് പറയും എന്റെ കുറ്റം. നിനക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ലടി. അങ്ങനെ എന്നെ പറഞ്ഞ് സൂചിപ്പിക്കണ്ട, പറയും. നിനക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിന്റെ സംസാരമില്ലേ, ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. എന്റെ സംസാരേ ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. എന്റെ സംസാരം ശകലം കുറയ്ക്കണം. അത്ര എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതാണ് നമ്മളെ കുടുംബത്തിലെ പ്രശ്നം. എന്റെ സംസാരം അല്ലേ, എന്റെ സംസാരം ഞാൻ കുറയ്ക്കണം. അപ്പൊ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്റെ സംസാരമാണ് പ്രശ്നം. എന്റെ സംസാരം പ്രശ്നം, വേറെ ആരെ സംസാരം പ്രശ്നമില്ല. എന്റെ സംസാരം ഞാൻ കുറയ്ക്കണം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞത് എന്റെ സംസാരം ശരിയല്ലാന്ന്. എന്റെ സംസാരം ശരിയല്ലാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ എന്റെ സംസാരം ശരിയല്ല അല്ലേ? നിങ്ങൾ എവിടെ പോണു? ഇവിടെ ഇരിക്കി. എന്റെ സംസാരം ശരിയല്ല, അത് കുറയ്ക്കണം അല്ലേ? എന്റെ സംസാരം ശരിയല്ല. എല്ലാരും എന്റെ സംസാരം ശരിയല്ല അല്ലേ? അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം. ആണോ? എന്റെ സംസാരമാണ് ഈ വീട്ടിലെ പ്രശ്നമൊന്നും. എടി മിന്നു, നീ എപ്പോഴെങ്കിലും എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉറച്ച് ഞാൻ സംസാരിക്കണത് നീ കേട്ടിട്ടുണ്ടോ? നീ മിണ്ടാതെ ഒന്നും ഇരിക്കണ്ട, നീ പറയ്. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ എടി സംസാരിക്കണത്. എവിടെ പോണു മിണ്ടായിരി? എൻ്റെ സംസാരമാണ് പോലും പ്രശ്നം. എടി നീ പറ, എൻ്റെ സംസാരമാണ് പ്രശ്നം. സംസാരം ശരിയല്ല, സംസാരം. ഞാൻ ഒരു മനുഷ്യൻ്റെ കൂടെ ഉറച്ച് സംസാരിക്കാറുണ്ടോ? ഇത് സോഫ്റ്റ് ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കാറ്. അങ്ങനെ എൻ്റെ സംസാരം പ്രശ്നം. വേറെ ആരും സംസാരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. നീ ഇതൊക്കെ കേൾക്കണുണ്ടാ? സംസാരം. അമ്മ, അങ്ങേര് പറഞ്ഞ കേട്ടോ അമ്മ, എൻ്റെ സംസാരമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം തകരണമെന്ന്. നമ്മളെ കുടുംബത്തിൽ ഇത്രയും സോഫ്റ്റായി സംസാരിക്കണ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മ? എൻ്റെ സംസാരമാണ് പ്രശ്നമൊന്നും. അപ്പം എൻ്റെ സംസാരം പ്രശ്നം. നിങ്ങൾ എന്തായാലും ബാത്റൂമിനകത്ത് താമസാവൂലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, അപ്പോൾ മറുപടി പറഞ്ഞാലേ പറ്റൂ. എൻ്റെ സംസാരം പ്രശ്നം, വേറെ ആര് സംസാരിച്ചാലും പ്രശ്നമില്ല. അതാണെങ്കിൽ ദാമ്പത്യ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോവുള്ളൂ. എൻ്റെ സംസാരമാണല്ലോ ഇവിടെ പ്രശ്നം. മറുപടി പറയണേ. എൻ്റെ സംസാരം പ്രശ്നമില്ലേ? വേറെ ആരും സംസാരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ സംസാരമാണ് പ്രശ്നം.